കവിൻ, നീ മാത്രം എന്താ മിണ്ടാതിരിക്കുന്നേ? നിന്റെ നോട്ട്ബുക്ക് എടുത്തോണ്ട് വന്നേ. നുണ പറയുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സാർ. ആർക്ക്? നിനക്കോ? അതെ സാർ, ഞാൻ സത്യം പറയാം സാർ. ബാക്കിയുള്ള സബ്ജക്റ്റിലെ നോട്ട്സ് ഒക്കെ രാത്രിയും പകലും പഠിച്ചോണ്ടിരുന്നോണ്ട് ഡ്രോയിങ് വരച്ചില്ല സാർ. ഓ, അങ്ങനെയാണോ? അതെ സാർ, നാളെ വരുമ്പോ ഞാൻ വരച്ചു കൊണ്ടുവന്ന് കാണിക്കാം സാർ. ഞാൻ മറ്റു കുട്ടികളുടെ ഡ്രോയിങ്സ് നോക്കി തീർക്കുന്നതിന് മുമ്പ് നീ വരച്ചു കൊണ്ടുവന്നൂടെ സബ്മിറ്റ് ചെയ്യണം. അതെയോ? അങ്ങനെ തന്നെയാ. ഇരിക്കി. സാറ് പറഞ്ഞാ ഞാൻ ഓക്കെ. എന്നെ കൊണ്ട് അയാൾ വരപ്പിച്ചടങ്ങും. കവി നിന്റെ ഡ്രോയിങ് ബുക്കിൽ കുത്തി വരച്ചില്ലേ? അതാണ് നീ സാറിന്റെ മുന്നിൽ വെച്ച്. ആ വെച്ചു. അവനാ ചെയ്തെന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ പിന്നെ അവൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. വേണ്ട, വിട്ടേക്കാം. കണ്ടാ സാറ് അടിക്കും. പാവല്ലേ? അവൻ വീണ്ടും നിന്നെ ദ്രോഹിക്കാൻ വരും. കുഴപ്പമില്ലേ? ഇത്ര വേഗം വരച്ചോ? യെസ് സാർ, ഐ ആം വെരി ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് വരച്ചത്? കൊണ്ടുവന്നേ കാണട്ടെ. ഇതാ വരുന്നു സാർ. എന്താ സാർ ചിരിക്കുന്നത്? അത്ര മോശമാണോ സാർ? സാറിന് പേടിയൊന്നുമില്ലേ? എന്താടാ ഇത്? എന്താടാ നിലയുടെ മുഖം പ്രേതത്തെ പോലെ വരച്ചത്? നന്നായിട്ടല്ലേ വരച്ചത് സാർ? കാണാൻ കോമഡി ആണെങ്കിലും വളരെ കൃത്യമായിട്ടാ നീ വരച്ചിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സാർ. പക്ഷെ നിലയുടെ ഫേസ് എന്തിനാണ് വരച്ചേ? ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. നോട്ട്ബുക്ക് എടുത്ത് വരക്കാൻ നോക്കിയപ്പോ ഞാൻ അവസാനമായിട്ട് കണ്ടത് നിലയുടെ മുഖവാ. അതുകൊണ്ടാ വരച്ചത്. അതെന്റെ മൈൻഡിലോട്ട് കയറ്റി ഞാൻ, എന്നിട്ട് വരച്ചതാ. ശരി, നീ പോയിക്കോ. എങ്ങനെയുണ്ട്? കണ്ടില്ലെന്നില്ല അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്തത്. സാരില്ല, പോട്ടെ. എല്ലാരും ചിരിപ്പിക്കാൻ വേണ്ടിയല്ലേ. ഇതാരുടെ ഇത്? എന്റേതാണ് സാർ. അല്ല, നീ വരച്ചത് നിനക്ക് ഇഷ്ടപ്പെടാത്ത കുത്തി വരച്ചാണോ? അങ്ങനെയൊന്നും ഇല്ല സാർ. കുടുങ്ങിയവള്. സാർ, അതില് കുത്തി വരച്ചത് കവിനാ. അയ്യോ, എന്നെ കുടിക്കല്ലോ അവള്. എന്താ കവിനെ, നീയാണോ അങ്ങനെ ചെയ്തത്? സാർ, അത് പിന്നെ അവള് നിനക്കിട്ട് പറഞ്ഞല്ലോ. അമ്മിണ്ടായിരിക്കടാ. അവൻ കുത്തി വരച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡ്രോയിങ് വളരെ വീക്കായിരുന്നു. കവിനെ കണ്ടില്ലേ? എന്ത് സൂപ്പറായിട്ടാ വരച്ചത്. കവിൻ, ഇനി മേൽ ഇത് ആവർത്തിക്കരുത്. തെറ്റ് മനസ്സിലായോ നിനക്ക്? ഓക്കെ സാർ. ആ, ഇരിക്കി. ഇനി നീ ശ്രദ്ധിക്കണം കേട്ടോ. ശരി സാർ. ഇരിക്കി. സ്റ്റഡീസിൽ വീക്കാണെങ്കിലും ഡ്രോയിങ്ങിൽ എക്സ്പെർട്ട് അവൻ. കവിന് വേണ്ടി എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. എങ്ങനുണ്ടടാ? എടാ, ഒരുപാട് ചാരാതെ ഉളുക്ക് വീഴും നിനക്ക്. ഓടാ, എപ്പോഴും കവിനാണ് ഫസ്റ്റ്.
മതി മതി മതി. ഇത് എത്ര നേരം കൈ കെട്ടുക? തട്ടിട്ട് വിട്ടേക്ക് സാർ.